റിപ്പോർട്ടർ ഇംപാക്ട് കോഴിക്കോട് കൂടത്തായി പാലത്തിന്റെ ബലക്ഷയത്തിൽ ഇടപെട്ട് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പാലം പരിശോധിക്കാൻ ഇന്ന് വിദഗ്ധ സംഘമെത്തും. പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത്ത് മുഴക്കുന്ന, റിപ്പോർട്ടർ ഈ പാലത്തിന്റെ ബലക്ഷയം അധികൃതരിലേക്ക് എത്തിച്ചതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രിയുടെ തന്നെ ഇടപെടൽ ഉണ്ടാവുകയാണ്. പാലം ബലപ്പെടുമോ? പാലം സുരക്ഷിതമായി കടക്കാനുള്ള സാഹചര്യം ഉടനെ ഒരുങ്ങുമോ? സുജയ, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കൂടത്തായി പാലം വലിയ അപകടാവസ്ഥയിലാണുള്ളത്. 228 കോടി രൂപ ചിലവിട്ട് ഈ സംസ്ഥാന പാത നവീകരിച്ചിരുന്നു. പക്ഷേ ഈ പാതയുടെ ഭാഗമായ പാലം നവീകരിക്കാനോ അതിന്റെ ബലക്ഷയം പരിഹരിക്കാനോ കരാർ കമ്പനി തയ്യാറായിട്ടില്ല. നിലവിലിപ്പോൾ ആ പാലത്തിൽ നമ്മൾ നിൽക്കുകയാണ് എങ്കിൽ ഒരു വാഹനം കടന്നുപോയാൽ തന്നെ പാലം ഒട്ടാകെ ഇളകും. അതിന്റെ ബീമുകളിൽ വിള്ളലുണ്ട്. പാലത്തിന്റെ മധ്യഭാഗത്ത് റോഡുകൾ വിണ്ടുകീറിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അതിന്റെ വാർത്ത റിപ്പോർട്ടർ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഇതിലിപ്പോൾ ഒരു ഇടപെടൽ നടത്താൻ KHRI വിദഗ്ധർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ഇന്നു തന്നെ ഈ പാലത്തിനടുത്തെത്തി ഇത് പരിശോധിക്കും. അതിനുശേഷം ഇവർ നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുക. ഏറ്റവും അടിയന്തരമായി വേണ്ടത് ഈ പാലം നവീകരിക്കാൻ ആവശ്യമായ, ഇതിന്റെ ബലക്ഷയം പരിഹരിക്കാൻ ആവശ്യമായ അതിനുതകുന്ന നടപടികളാണ്. അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ഏതായാലും ഒരു ഇടപെടൽ സുജിയെ ചോദിച്ചതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മളൊരു വാർത്തയിൽ ഇടപെടുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്ന് അതൊക്കെ ഒന്ന് നേരെയാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. പാലക്കാട് കുത്തന്നൂർ പഞ്ചായത്തിലെ പരിപാടിയിൽ പ്ലാസ്റ്റിക് ബൊക്കെ നൽകിയതിനെ വിമർശിച്ച മന്ത്രി MP രാജേഷിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത്. മന്ത്രിക്ക് ഒരു അനുജനായി കണ്ട് രഹസ്യമായി കാര്യങ്ങൾ പറയാമായിരുന്നുവെന്ന് പ്രസിഡന്റ് സഹദേവൻ പറഞ്ഞു. പരസ്യമായി പ്രതികരിച്ചത് കടുത്ത വിഷമമുണ്ടാക്കിയെന്നും പ്രതികരണം. ഹരിത പ്രോട്ടോകോൾ സർക്കുലർ പാലിക്കാതെ പ്ലാസ്റ്റിക് ബൊക്കെ നൽകിയതിൽ പരിപാടിയിൽ വെച്ച് തന്നെ മന്ത്രി പഞ്ചായത്തിനെ വിമർശിച്ചു. ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതോടൊപ്പം സ്വാഗത സംഘം രൂപീകരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായി നമ്മൾ പാലിച്ചുകൊണ്ടാണ് ചെയ്ത് ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്തത്. അപ്പോൾ അതിൽ വീഴ്ച പറ്റി, അത് ഞാൻ സമ്മതിക്കുന്നു. വീഴ്ച എന്ന് പറയുന്നത് നമ്മൾ സ്വാഗതം പറയുന്ന സമയത്ത് വിശിഷ്ടാതിഥികൾക്ക്, ഉദ്ഘാടകനടക്കമുള്ള വിശിഷ്ടാതിഥികൾക്ക് ബൊക്കെ കൊടുക്കാൻ ഉള്ള രീതിയിൽ നമ്മൾ ഓർഡർ, പാലക്കാടിലൊരു പൂക്കടയ്ക്ക് ഓർഡർ കൊടുത്തു. അവർ അതിൽ ഒരു അട്ടപ്പെട്ടിയിലാക്കിയിട്ട് കെട്ടിവെച്ചിരുന്നു. നമ്മൾ ഒരാളിനെ അയച്ചു, അദ്ദേഹം ഇത് കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയാൽ അത് വീഴ്ച എൻ്റെ ഭാഗത്തുണ്ടായി. ആ പൂക്കളുടെ ബൊക്കയിൽ പ്ലാസ്റ്റിക് ആവരണം ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സാ വാചാ കർമ്മണ ഉദ്ദേശിക്കാത്ത ആളാണ്. ആ വീഴ്ച ഞാൻ സംഭവിച്ചു. കാരണം അത് തുറന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. ഞാനത് നോക്കിയില്ല എന്നുള്ള വീഴ്ച എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, ഹരിത പ്രോട്ടോകോൾ അത് അറിയാത്തവരൊന്നും അല്ലല്ലോ പ്ലാസ്റ്റിക് ബൊക്കെ കൊടുത്തത്. അവിടെ പാലക്കാട്ട് പൂവിന് ക്ഷാമവും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നത് കൃത്യമായി പറയുന്നതിനായി തനിക്ക് കിട്ടിയ ബൊക്കെ തന്നെ ഉദാഹരണമാക്കുകയായിരുന്നില്ലേ മന്ത്രി? സുജയ, തീർച്ചയായും മന്ത്രി ഒരു പാഠം എന്ന രീതിയിലാണ് ഇന്നലെ ഈ ഉദ്ഘാടന പരിപാടിക്കിടെ ഈ കുത്തന്നൂർ പഞ്ചായത്ത് അധികാരികളെ വിമർശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് കുത്തന്നൂർ മേഖലയിലേക്ക് എത്തുന്നത്. ആ സമയത്ത് മന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി നൽകിയത് പ്ലാസ്റ്റിക്കിൽ അനാവരണം ചെയ്തിട്ടുള്ള ഒരു ബൊക്കെയായിരുന്നു, പൂക്കൾ അനാവരണം ചെയ്തിട്ടുള്ള ഒരു ബൊക്കെയായിരുന്നു. ഇത് കിട്ടിയപ്പോഴത്തേന് മന്ത്രി ആ ബൊക്കെ സ്വീകരിക്കാതെ തൊട്ടപ്പുറത്തുള്ള ഒരു മേശയിൽ വെക്കുന്നു. അതിനുശേഷം പിന്നീട് ഗ്രീൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഹരിത പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതരെ ഒരു മറുപടി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വിശദീകരണം വന്നിരിക്കുന്നത്, ഒരു പിഴവ് സംഭവിച്ചു, അത് ഒരു അശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു പിഴവാണ്. പക്ഷേ ഒരു അനുജൻ എന്ന രീതിക്ക് കണ്ട് അടുത്തേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ പറയാമായിരുന്നു. പക്ഷേ മന്ത്രി പരസ്യമായി പ്രതികരിച്ചതോടുകൂടി അത് കടുത്ത വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സഹദേവൻ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും എത്ര രൂപ പിഴ അടയ്ക്കാനും പഞ്ചായത്ത് തയ്യാറാണ്. തങ്ങളുടെ പിഴവാണ് സംഭവിച്ചത്. ഒരു ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു. പക്ഷേ ആ അശ്രദ്ധ, അതിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണം മന്ത്രി നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഒരു വിശദീകരണം. സുജയ, ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തിരിച്ചെത്താം.